നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 16 വെള്ളിയാഴ്ചയാണ്. ഇന്നലെ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. നിഫ്റ്റി ഒക്ടോബർ 17, 2024 ശേഷം ഇതാദ്യമായി 25,000 എന്ന മാർക്ക് പിന്നിട്ട് കഴിഞ്ഞു. എല്ലാ സെക്ടറുകളിലും വലിയ ബൈയിങ് ആണ് കണ്ടത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഇപ്പോൾ 7 മാസത്തെ ഉയർന്ന നിലയിലാണ്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. US മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രസിഡന്റ് ട്രംപിന്റെ വ്യാപാര യുദ്ധം മൂലമുണ്ടായ ഏപ്രിലിലെ വലിയ ഇടിവിന് ശേഷം S&P 500 വീണ്ടും ഉയർന്നു. US ചൈനീസ് ഉദ്യോഗസ്ഥർ 90 ദിവസത്തേക്ക് താരിഫ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സമ്മതിച്ചതിനെ തുടർന്ന് ഓഹരികൾ ശക്തമായി തന്നെ US-ൽ തിരിച്ചു വരികയുണ്ടായി. വർദ്ധിച്ചു വരുന്ന വ്യാപാര പിരിമുറുക്കങ്ങളും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടായേക്കാവുന്ന ദോഷങ്ങളെക്കുറിച്ചുമുള്ള നിക്ഷേപകരുടെ ആശങ്കയാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്നലെ നമ്മൾ US ഏർപ്പെടുത്തിയ റെസിപ്രോക്കൽ താരിഫ് അവസാനിക്കുന്ന തീയതി തെറ്റായിട്ടാണ് പറഞ്ഞിരുന്നത്. ഈ റെസിപ്രോക്കൽ താരിഫ് തീയതി അവസാനിക്കുന്നത് ജൂലൈ 8-നാണ്. ഈ ആഴ്ച പ്രത്യേകിച്ചും US-ഉം ചൈനയും തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ടിട്ടാണ് വിപണി ഉയർന്നത്. പക്ഷേ ചില ആശങ്കകൾ ഇപ്പോൾ വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ചില വലിയ US കമ്പനികൾ ഉയർന്ന ചെലവുകളും അനിശ്ചിതത്വവും സാമ്പത്തിക ഭാവിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. താരിഫ് കാരണം മെയ് മാസത്തെ ചിലവ് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ടെന്ന് വാൾമാർട്ട് പറയുകയുണ്ടായി. അതായത് താരിഫ് കാരണം അവിടുത്തെ വലിയ കമ്പനികൾക്ക് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അത് ദോഷകരം തന്നെയാണ്. ഇന്നലെ US ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളും നല്ല നേട്ടത്തിൽ തന്നെയായിരുന്നു. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് തന്നെയായിരുന്നു അത്. ഇൻഫോസിസ് ADR 1.44% ഉയർന്നു. വിപ്രോ 1% നേട്ടവും, ICICI ബാങ്ക് 1.95% നേട്ടവും, HDFC ബാങ്ക് 2.33% നേട്ടവും, ഡോക്ടർ റെഡ്ഡി 1.73% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റ് അസറ്റ് ക്ലാസ്സുകളിൽ ഗോൾഡ് 1% നേട്ടമുണ്ടാക്കി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് 68,880 രൂപയാണ്. ഇനി ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ $104,000 ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ വലിയ നഷ്ടമുണ്ടാക്കിയത് ക്രൂഡ് ഓയിലായിരുന്നു. ടെഹ്ലാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് US-ഉം ഇറാനും ഉടൻ ഒരു കരാറിലെത്തുമെന്ന പ്രതീക്ഷയാണ് വ്യാഴാഴ്ച എണ്ണവില ഏകദേശം 2% അടുത്ത് ഇടിയാൻ കാരണമായത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്ത്. മറ്റു വാർത്തകൾ നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റ് മുതൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലോ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ്. ഏപ്രിൽ 2025 ഓട്ടോ സെയിൽസ് ഡാറ്റയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പാസഞ്ചർ വെഹിക്കിൾ PV സെയിൽസ് വിൽപ്പനയിൽ 3.9% വർധനവാണ് രേഖപ്പെടുത്തിയത്. 3.49 ലക്ഷം യൂണിറ്റിലെത്തി. യൂട്ടിലിറ്റി വാഹന ഡിമാൻഡ് 12.1% കുത്തനെയുള്ള ഉയർച്ചയും ഉണ്ടാക്കി. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ കാർ വിൽപ്പന 5.4% കുറഞ്ഞു. ഈ ഡാറ്റയിൽ ഒരു ഇമ്പാക്റ്റ് ഉള്ളതായി കാണാൻ കഴിയുന്നത് ഇരുചക്ര വാഹന വിൽപ്പനയിലാണ്. 16.7% കുറഞ്ഞത്. ഹീറോ മോട്ടോകോപ്പും ബജാജ് ഓട്ടോയും ഇടിവ് നേരിട്ടു. 3 ചക്ര വാഹന വിൽപ്പനയിൽ 0.7% ഇടിവുമുണ്ടായി. ഇനി ഇന്ന് ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് മാരുതി സുസുക്കിയാണ്. UV സെഗ്മെന്റിൽ കമ്പനിക്ക് ഒരു സ്ട്രോങ് പെർഫോമൻസ് തന്നെയാണുള്ളത്. ബ്രസ, ഗ്രാൻഡ് വെറ്റേറിയ, എർട്ടിക തുടങ്ങിയ ബ്രാൻഡുകളാണ് അവർക്ക് ഈ UV സെഗ്മെന്റിലുള്ളത്. ഇനി ഇപ്പോഴത്തെ ഒരു മേജർ പ്ലെയർ ആയിട്ടുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, താർ, XUV 700, സ്കോർപിയോ തുടങ്ങിയ മോഡലുകൾ UV സെഗ്മെന്റിലുണ്ട്. ഈ കമ്പനിയും ഫോക്കസിൽ തന്നെയാണ്. ടാറ്റ മോട്ടോഴ്സ്, ഹുണ്ടായി തുടങ്ങിയ കമ്പനികളും ഫോക്കസിൽ തന്നെയാണ്. ഇനി നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഹീറോ മോട്ടോകോപ്പ്, ബജാജ് ഓട്ടോ, TVS മോട്ടോഴ്സ് തുടങ്ങിയവയാണ്. ഈ കമ്പനികളുടെ പേര് ഇവിടെ പറഞ്ഞതൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട കമ്പനികളുടെ Q4 റിസൾട്ടിലേക്ക്. ആദ്യം ഗോഡ്ഫ്രൈ ഫിലിപ്സ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 35% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായത്. 241 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും വർധനവ് തന്നെയാണ്. 1887 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കമ്പനി ഫൈനൽ ഡിവിഡൻഡായി 60 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ആയി രേഖപ്പെടുത്തിയത് 183 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 312 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആയി രേഖപ്പെടുത്തിയത് 5779 കോടി രൂപയാണ്. അടുത്തത് JSW എനർജി എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 408 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 16.1% വർധനവാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിലും 15.7% വർധനവ് രേഖപ്പെടുത്തി 3189.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷനിൽ 3.1% വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. അടുത്തത് ബിക്കാജി ഫുഡ്സ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 65.7% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്.
39.92 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ ചെറിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 613.62 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് അബൌട്ട് ഇന്ത്യ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 28% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 367 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിലും നല്ല വർധനവ് തന്നെയാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്ന 1505 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1439 കോടി രൂപയായിരുന്നു റവന്യൂ ആയി പുറത്തു വന്നത്. ഫൈനൽ ഡിവിഡൻഡ് ആയി കമ്പനി പ്രഖ്യാപിച്ചത് 475 രൂപയാണ്. അടുത്തത് LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 1368 കോടി രൂപയാണ്. 25% വർധനവാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. ടോട്ടൽ ഇൻകമായി പുറത്തു വന്നത് 7283 കോടി രൂപയാണ്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി പോളിസി ബസാറാണ്, PB ഫിൻടെക്. ഇത്തവണ പ്രോഫിറ്റായി പുറത്തു വന്നത് 171 കോടി രൂപയാണ്. അതായത് പ്രോഫിറ്റ് ഇരട്ടിയായിട്ടുണ്ട്. കൂടാതെ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു. ഇനി റവന്യൂവിൽ 17% വർധനവാണ് രേഖപ്പെടുത്തിയത്. 1508 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തൊരു സ്റ്റോക്ക് ന്യൂസാണ് RVNL. കമ്പനിക്ക് 116 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് പറയാം. ഭാരത് ബിജ്ലി, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ്, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ, ഡൽഹിവറി, എന്റർടൈൻമെന്റ് നെറ്റ്വർക്ക്, GIC ഹൗസിംഗ് ഫിനാൻസ്, ഹുണ്ടായ് മോട്ടോർ ഇന്ത്യ, IOL കെമിക്കൽസ് ആൻഡ് ഫാർമ, ജൂബിലൻ ഫാർമോവ, ശങ്കര ബിൽഡിംഗ് പ്രൊഡക്ട്സ് തുടങ്ങിയവയാണ്. ഇന്ന് FNO സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ CDSL, മണപ്പുറം ഫിനാൻസ്, ഹിൻഡ് കോപ്പർ തുടങ്ങിയവയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പുതിയ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഓൺലൈൻ ബാച്ച് ഉള്ളത് തിരുവനന്തപുരത്ത് നെട്ടയത്താണ്. കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഈ കോഴ്സിൽ വരുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ സൈക്കോളജിക്കുള്ള പങ്ക്, കൂടാതെ ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെ ധാരാളം കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലുള്ള ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അടുത്ത് FIDE ആക്ടിവിറ്റിയിലേക്കാണ്. 1393 കോടി രൂപയ്ക്കാണ് FIS ബൈ ചെയ്തത്. DIS ആവട്ടെ 1668 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. FISന്റെ ഈ സമീപ ദിവസങ്ങളിലുണ്ടായ വലിയൊരു ബൈയിങ് തന്നെയായിരുന്നു അത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.52% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.01% ഇടിവിൽ. കോസ്പി മാർക്കറ്റും 0.01% ഇടിവിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,181 എന്ന നിലയിലാണ്. ഏകദേശം ഇന്ന് ഒരു 100 മുതൽ 120 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് നമുക്ക് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ടെഹ്റാൻ്റെ ആണവ പദ്ധതി സംബന്ധിച്ച് US-ഉം ഇറാനും ഉടൻ ഒരു കരാറിൽ ഏർപ്പെടുമെന്ന് പ്രതീക്ഷ വന്നതോടെ ഓയിൽ പ്രൈസുകൾ ഇന്നലെ 2% മുകളിൽ ഇടിഞ്ഞു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $64.56 പെർ ബാരൽ എന്ന നിലയിൽ 0.06% ഇടിവിലാണ്. WTI ഉള്ളത് $61.68 പെർ ബാരൽ എന്ന നിലയിൽ 0.05% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. വളരെ ശക്തമായിട്ടുള്ള റിക്കവറിയാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിഫ്റ്റി 25,062-ൽ 395 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ തുടക്കത്തിൽ നിഫ്റ്റി ഇടിഞ്ഞെങ്കിലും പിന്നീട് നല്ലൊരു റാലിയാണ് കണ്ടത്. കൂടാതെ 25,000-ന് മുകളിലായി ക്ലോസ് ചെയ്തു. ഇന്നലത്തെ ഒരു ദിവസത്തെ ക്യാൻഡിൽ ഏകദേശം 600 പോയിന്റ്സോളം വരും. അതായത് ഒരുപക്ഷെ നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു മാസം കൊണ്ട് കിട്ടുന്ന മൂവ്മെന്റ് ആണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ കിട്ടിയത്. ഇന്നലത്തെ വീഡിയോയിലും നമ്മൾ പറഞ്ഞിരുന്നതാണ് നിഫ്റ്റിയിൽ നല്ലൊരു അപ്പ് മൂവ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ആണ്. ഇത് നല്ലൊരു ഗുഡ് സിഗ്നൽ തന്നെയാണ് എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. അത്തരത്തിൽ ആ കൺസോൾട്ടേഷനിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് വീണ്ടും ലഭിച്ചിരിക്കുന്നു. അങ്ങനെ 7 മാസത്തിന് ശേഷം വീണ്ടും നിഫ്റ്റി 25,000 എന്ന മാർക്ക് ക്രോസ് ചെയ്തിരിക്കുന്നു. ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ വലിയ ലോവർ വിക്കോട് കൂടിയുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. RSIയും MACDയും ഇപ്പോൾ പോസിറ്റീവ് ക്രോസ് ഓവറിലാണുള്ളത്. കൂടാതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ല ലോങ് ബുള്ളിഷ് ക്യാൻഡിലുകളാണ് ഫോം ആയിട്ടുള്ളത്. അത് നല്ല ബുൾസിൻ്റെ നല്ല കൺട്രോൾ ഉണ്ട് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ്. ഇനി അപ്സൈഡിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,250 മുതൽ 25,300 വരെയുള്ള ലെവലാണ്. ഡൗൺ സൈഡിൽ നമ്മൾ സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000 പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡൗൺ സൈഡിൽ കൂടാതെ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രൈക്ക് കൂടിയായിട്ടുള്ള 24,800 ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്കാണ്. കോൾ സൈഡിലും മുഡ് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 25,000 എന്ന സ്ട്രൈക്കിൽ 1440% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 51% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് കാണാം. 24,980 സ്ട്രൈക്കിൽ 803% വർധനവ് പുട്ട് സൈഡിൽ കാണുമ്പോൾ ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 36% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 25,050 സ്ട്രൈക്കിൽ 22,825% വളരെ ശക്തമായിട്ടുള്ള ഒരു പുട്ട് റൈറ്റിംഗ് ആണുള്ളത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണത്. 200% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണ്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത്.
അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 26,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,500 സ്ട്രൈക്കിലും അതിനുശേഷം 25,100 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000, അതിനുശേഷം 24,500 സ്ട്രൈക്ക്, അതിനുശേഷം 24,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,100, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,800മാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,355-ൽ 554 പോയിൻറ്റ്സ് ഉയർന്ന്, അഥവാ 1% നേട്ടത്തിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി വളരെ ശക്തമായിട്ട് ഉയർന്നെങ്കിലും 55,500 എന്ന പ്രധാനപ്പെട്ട ആ ഒരു സോണിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ ഹൈ എന്ന് പറയുന്നത് 55,490 ആയിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ലെവലിൽ, ആ ഒരു റേഞ്ചിൽ പ്രത്യേകമായിട്ട് ബാങ്ക് നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഇമീഡിയറ്റ് ഹെർഡിലാവാൻ സാധ്യതയുള്ളത് 56,000 തന്നെയാണ്. അതിനുശേഷം 56,400 പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,500 തന്നെയാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,000വുമാണ്. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ 4ാമത്തെ ദിവസം ഇന്ത്യ വിക്സ് ഇടിഞ്ഞു. 16.89 എന്ന നിലയിൽ 1.93% ഇന്ത്യ വിക്സ് ഇടിഞ്ഞത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 799 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് ഫീസായിട്ട് വരുന്നത്. ഇനി ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ നൽകുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ ആ ഗ്രൂപ്പിൽ നൽകാറുണ്ട്. ഇനി പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ടോ നിങ്ങൾക്ക് OI പൾസ് എന്ന് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്തിരിക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്യുന്ന സൈറ്റിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇന്നിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അത് ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.